യാദൃച്ഛികമായ ഒരു വിവാഹ ജീവിതം വിജയിക്കുന്നില്ലെങ്കിൽ ഒരു സഹോദരി എന്തു ചെയ്യണം? അപ്പോൾ ഇവരിപ്പോൾ ചെയ്യണത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്താണ്, ഇത് ഇനി ശരിയാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കും വേണ്ടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി സഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട ഒരു പരിഹാരം ഒരിക്കലും ഇസ്ലാം നിർദ്ദേശിക്കുന്നേയില്ല. ഒരു വിവാഹത്തിലൂടെ കിട്ടേണ്ട ലക്ഷ്യം സാക്ഷാത്കരിക്കാതിരുന്നാൽ, ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീയിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്നില്ല എങ്കിൽ എന്നാലും ആ സ്ത്രീൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് അയാൾക്ക് നിർബന്ധമില്ല. അതേപോലെ തന്നെ ഒരു സ്ത്രീക്കും എന്താണ്, തന്നോട് നന്നായി പെരുമാറുന്നില്ല, ഒരു ഭർത്താവ് ഉണ്ടാകുന്നത് എനിക്ക് ഭർത്താവ് ഇല്ലാതിരിക്കുന്നതിനേക്കാളും ഒരിക്കലും ഒരു ഗുണമില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ പരിഹാരത്തിൻ്റെ വഴികൾ തേടണം. അതൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്നും അവരൊരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഞാൻ തന്നെ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇപ്പം പിന്നെ 10, 40, 50, 60 ഒക്കെ വയസ്സായിട്ട് ഭർത്താവ് ഒഴിവാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാലും മരിക്കുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും അവർ വളരെ സുന്ദരമായ ദാമ്പത്യങ്ങളിലൂടെ മുന്നോട്ട് പോയ ആളുകളെ വലിയ പ്രായത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ അതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വിവാഹം പരാജയപ്പെട്ടു എന്നത് ജീവിതം മുഴുവൻ പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവരെത്ത് പറ്റിയൊരു അബദ്ധം എന്താ വെച്ചാൽ, ഇത്രമാത്രം അവഹേളനവും അവഗണനയും ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അവരവിടെ തന്നെ ഉണ്ട് എന്നതാണ് അവരുടെ പരാജയം. അവരവിടെ ഉണ്ടാവാൻ പാടില്ല. ഒരു ഭാര്യയ്ക്ക് കിട്ടുന്ന അവകാശങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അവരവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ വിവാഹം കഴിഞ്ഞ് വളരെ വൈകാതെ തന്നെ ഇയാളിൽ നിന്ന് എനിക്കൊരു ഭർത്താവിൻ്റെ ഒരു പരിഗണനയും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരു മിനിമം ആഗ്രഹമാണ് അയാൾ കൂടെ ഭക്ഷണം കഴിക്കുക, പുറത്തിറങ്ങാൻ. ആ മിനിമം ആഗ്രഹങ്ങൾ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, നിവർത്തിക്കുന്നില്ലെങ്കിൽ അപ്പം ഇറങ്ങണ്ടേ? കുട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യണം? അവർ ഏത് രക്ഷിതാവിൽ നിന്നാണോ അവർ ഇയാളുടെ കൈകളിലേക്ക് എത്തിയത്, ആ രക്ഷിതാവിലേക്ക് എന്ത് ചെയ്യണം? തൽക്കാലം അവൾ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഭർത്താവ് എന്നുള്ള നിലക്കുള്ള കടമകൾ അയാൾ നിർവഹിക്കുമെന്ന ഒരു ഉറപ്പ് വലിയന് കൊടുത്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ പോരാൻ പറ്റുള്ളൂ. നമ്മുടെ സഹോദരിമാർക്ക് പറ്റുന്ന അബദ്ധം എന്താ വെച്ചാൽ, ഈ പുരുഷന്മാർ പല സ്ത്രീകളെയും ചൂഷണം ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇവർ വിവാഹം കഴിയുന്നതോടുകൂടെ ഇവരെന്ത് ചെയ്തു? ഇവരൊറ്റപ്പെട്ടു. കാരണം വീട്ടുകാർ കല്യാണം കഴിച്ച് കൊടുത്തില്ലേ, ഇനി വീട്ടിൽ പോയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഭർത്തൃ വീട്ടിൽ മുഴുവനും ഭർത്താവിന് സപ്പോർട്ടായിട്ട് ആൾക്കാർ നിൽക്കുന്നത്. ഭർത്താവ് ഒന്നും തന്നെ കൺസിഡർ ചെയ്യണമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഇനി എന്ത് ചെയ്യുന്നതാണ്, എവിടെ പോവാൻ? അതുകൊണ്ട് അവർ എന്ത് ചെയ്യണം? ഇനി എൻ്റെ മുന്നിലൊരു വഴിയില്ല, മരിക്കാൻ ഏതായാലും പറ്റില്ലല്ലോ, അതുകൊണ്ട് ജീവിക്കാൻ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഇല്ല ഇന്നത്തെ കാലത്ത്. ആർക്കും ഇന്ന് ജീവിക്കാൻ എന്ത് ചെയ്യും? കഴിയും. ഞാൻ പറയാം, എത്ര ഒരു ഭർത്താവിൻ്റെ ഗുണമൊന്നുമില്ലെങ്കിൽ ആ ഭർത്താവിനെ പേറി ജീവിക്കണ്ടല്ലോ. നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ച് നമ്മൾ അധ്വാനിച്ച് നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോയിക്കൂടെ? അപ്പോൾ ഇങ്ങനെ നിന്ന് പോകും, എന്ത് ചെയ്താലും ഇങ്ങനെ നിന്ന് പോകും എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഇവരങ്ങനെ ചെയ്യണത്. ഒരു സഹോദരി അവരുടെ ആഭരണങ്ങൾ മുഴുവനും ഇയാൾ അടിച്ചു മാറ്റി, ഒക്കെ സമ്മതമല്ലാതെ വാങ്ങി, ഭീഷണിപ്പെടുത്തി, ഒരു സഹായവും ചെയ്യാതെ ഗൾഫിൽ പോയി കിട്ടുന്ന പണത്തിനെല്ലാം അയാൾ അവിടെ ദൂർത്തടിച്ച്, ഇവർ എവിടെന്നെങ്കിലുമൊക്കെ ഇരന്ന് വാങ്ങി സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോറ്റി വളർത്തണം. അങ്ങനെ 20-25 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർ പറയണത്, ഇയാളെ കീഴിൽ ഇനി ആ മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അപ്പോൾ നമ്മൾ പറയണത്, നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി എന്നാണ്. ഇപ്പോൾ നിങ്ങളല്ല നിങ്ങളുടെ കുട്ടികൾ നോക്കുന്നത്, അയാളൊരു സഹായം ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ അയാൾ ഉണ്ടാക്കിയിട്ടൊരു വീട് എന്നുള്ളതല്ല നിങ്ങളെ പോസിറ്റീവ്. അപ്പോൾ തൽക്കാലം ഒരു വാടകയ്ക്ക് നേരം 3000 റുപ്യ വാടക കൊടുക്കേണ്ടി വരുള്ളൂ സാധാ വീട്ടിൽ. നിങ്ങൾ അവിടെ പോയിട്ട് ജീവിക്കുമെന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കും. അവരങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് പരിഹാരമായിട്ട് അയാൾ വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവർ സ്ട്രോങ് ആയി നിൽക്കും എന്ന് തോന്നാത്തതുകൊണ്ട് മാത്രമേ. ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ സഹിച്ച് ഇവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുമ്പോൾ ഏത് കാലത്തും ഈ അവഗണനയല്ല. പിന്നെ വർഷം ചെല്ലും തോറും എന്താ അറിയോ, എന്നിട്ടും പോയില്ലല്ലോ, അപ്പോൾ ഇനി പോവില്ല. കൂടുതൽ എന്ത് ചെയ്യും? ഇവരെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ശ്രമിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ തൻ്റെ വിഷയങ്ങളിൽ വളരെ ധൈര്യപൂർവ്വം നിന്നിട്ടുള്ള തീരുമാനങ്ങൾക്ക് സഹോദരിമാർ തയ്യാറാവണം. ഇതുപോലെ അവഗണിക്കപ്പെടും. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമുണ്ടാവും.